Excuse me, sir. May I come in? Yes, come in. ഹർഷ എന്ന പേരല്ലേ? അതെ സർ. MA-യും B.Ed ഉണ്ടല്ലേ? ഉണ്ട് സർ. കുട്ടികളൊക്കെ പഠിപ്പിക്കുന്നത് ഈ കാഴ്ചയില്ലാത്ത അവസ്ഥയിൽ ഒരു ബുദ്ധിമുട്ടല്ലേ? സർ, ഇപ്പൊ സ്കൂളുകളിലൊക്കെ സ്മാർട്ട് ക്ലാസ്സുകളാണല്ലോ. ഞങ്ങളും കമ്പ്യൂട്ടർ ഉപയോഗിച്ച് തന്നെയാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. സ്ക്രീൻ റീഡർ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്മാർട്ട് ക്ലാസ്സുകൾ ഞങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമായിരിക്കും. മാത്രമല്ല, ഇപ്പൊ ബോർഡിലൊന്നും എഴുതി കൊടുക്കേണ്ട ബുദ്ധിമുട്ടുകളും വരില്ല. അപ്പോ എന്റെ അറിവും കഴിവും വെച്ചിട്ട് കുട്ടികളെ ആത്മാർത്ഥമായിട്ട് തന്നെ പഠിപ്പിക്കാൻ കഴിയും എന്ന് എനിക്ക് കുറച്ച് വിശ്വാസമുണ്ട് സർ. എനിക്കത് ഒറ്റയ്ക്ക് തീരുമാനിക്കാൻ പറ്റില്ല. ബോർഡിൽ സംസാരിച്ചിട്ട് അറിയിക്കാം. താങ്ക് യു സോ മച്ച് സർ. ഈ ഒഴിവ് ഭിന്നശേഷിക്കാരുടെ ഒഴിവാണെന്ന് അറിയാലോ. ഇത് 10-ലൊന്നും ഒതൊന്നും തോന്നുന്നില്ല നിഷാന്തേ. ചുരുങ്ങിയ ഒരു 25 വേണ്ടി വരും. അതായിരിക്കും നല്ലത്. ആ സർട്ടിഫിക്കറ്റിന്റെ കാര്യം വിട്ടുപോകരുത് കേട്ടോ. ഇന്റർവ്യൂവിന് പോയിട്ട് കുറെ ദിവസമായില്ലേ? അവരറിയിക്കാന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഒന്ന് വിളിച്ചു പോലും ഇല്ലല്ലോ. ഹലോ, പറടാ. ഞാൻ വീട്ടിലാ. അതെ, ഇവിടെ ഉണ്ട്. ശരി. എന്താ? ആ ജോലി പോയി ഹർഷൻ. നിശാന്ത് എന്ന് പറഞ്ഞ ഒരുത്തൻ പൈസ കൊടുത്ത് ആ ജോലിക്ക് കയറി. ഈ നിശാന്ത് കാഴ്ചയുള്ള ആളാണ്. എന്നിട്ട് 45% കാഴ്ച വൈകല്യം ഉണ്ടെന്നുള്ള സർട്ടിഫിക്കറ്റ് വെച്ചിട്ടാ അയാളിപ്പോ ജോലി കയറാൻ നിൽക്കുന്നത്. നമുക്കിതിനോട് പ്രതികരിക്കണ്ടേ? തുടങ്ങി ഹർഷ. നമസ്കാരം, എന്റെ പേര് ഹർഷ രാഗേഷ്. ഞാനൊരു MA B.Ed ബിരുദധാരിയാണ്. ഒരുപാട് സങ്കടത്തോടെയാണ് ഞാനിപ്പോ ഈ ലൈവിൽ വന്നിരിക്കുന്നത്. ഭിന്നശേഷിക്കാർക്ക് അർഹതപ്പെട്ട ജോലി നഷ്ടപ്പെടുകയാണ്. ആരോടാണ് ഞാൻ ചോദിക്കേണ്ടത്? ഇതുപോലെ ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കാഴ്ചപരിമിതരുടെയൊക്കെ ജോലി തട്ടിയെടുക്കാൻ ശ്രമിക്കുന്ന ആളുകളോടോ? അതോ ഇവർക്കൊക്കെ വ്യാജ ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കൊടുക്കുന്ന അധികാരികളോടോ? ഈ വ്യാജ സർട്ടിഫിക്കറ്റും വാങ്ങി ഭിന്നശേഷി സംവരണ സീറ്റുകൾ വിൽക്കുന്ന മാനേജ്മെന്റിനോടോ? വിഷമമുണ്ട്, പറയാതിരിക്കാൻ പറ്റാത്തോണ്ടാ പറയുന്നത്. ഞാൻ മാത്രമല്ല, നൂറുകണക്കിന് ഭിന്നശേഷിക്കാരാണ് ഇതിനിരയാക്കപ്പെട്ടിരിക്കുന്നത്. ഇതിനെതിരെ നമുക്ക് പ്രതികരിക്കണം. നിങ്ങൾ പ്രതികരിക്കില്ലേ?